പിന്നെ നിന്റെ മരണം അടിയന്തരം ഞാൻ ഒരു വിദ്യയാണ്. ചുമ്മാ കിടന്നത് ഫോട്ടോ എടുത്തത് എന്റെ ഫോട്ടോ മാധ്യമത്തിൽ വന്ന പറഞ്ഞുകൊണ്ട് നീ മൊബൈലിലെടുത്ത് ഫേസ്ബുക്കിലല്ലേ എവിടെ ഇട്ടാലും ശരി തന്നെ എന്റെ ഫോട്ടോ എന്നാൽ നിന്നെ ഞാൻ ഉറക്കും. ഇതിന്റെ കടയിൽ കൂടെ എനിക്ക് കുറച്ച് ചില കൂടാവും. ആ എന്റെ ഫോട്ടോ വല്ല മാധ്യമത്തിൽ വരണം. എന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്തു പോകും. മാധ്യമപ്രവർത്തകന് നേരെ ലഹരിക്കേസ് പ്രതിയുടെ വധഭീഷണി. പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത്. കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം. പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. കണ്ടില്ലേ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇപ്പം നമ്മൾ ഈ അംഗവൈകല്യർക്ക് അംഗപരിമിതർക്ക് ഒക്കെ ഒത്തിരി പരിഗണന കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേതല്ലേ. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കും ഈ അംഗപരിമിതർക്കുള്ളത്. പക്ഷേ ഇപ്പം ഒന്ന് കണ്ടില്ലേ ഇവർ നടത്തുന്ന പരിപാടി. ഇവർ പോലും ഇവരെല്ലാവർക്കും അംഗപരിമിതർക്കൊക്കെ ഒരു അപമാനമായി തീർന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അതായത് മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നതാണ്. പക്ഷേ പോലീസുകാർ വന്ന് അവരെ പുള്ളിക്കാരനെ ചോദ്യം ചെയ്യുക കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാൻ നേരം മാധ്യമപ്രവർത്തകരെ ചിത്രം പകർത്തുമ്പോഴത്തേന് അവർക്ക് നേരെയുള്ള ഭീഷണിയാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. അംഗപരിമിതരാന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവർ വഴി പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണിപ്പം നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ അങ്ങനെയെല്ലാം ഇങ്ങനെ സർവ്വവ്യാപകമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുക അല്ലേ. കുട്ടികൾക്ക് പോലും കോളേജ് സ്കൂള് പരിസരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ള കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഇത് നടക്കുന്നത്. പക്ഷേ ഒരു അംഗപരിമിതരാകുമ്പോൾ ആരും സംശയിക്കുകയല്ലെന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഒരു മനോഭാവം നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അംഗപരിമിതരെ നമ്മൾ അംഗീകരിക്കണം. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരണം എല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് ഒത്തിരി കൺസിഡറേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ളതൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും അല്ലേ. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് പോലും ഇതൊക്കെ ഒരു വളരെയധികം ദോഷകരമായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ സ്കൂള് കോളേജ് അങ്ങനെയുള്ളതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിനടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ സ്കൂള് കോളേജ് അടുത്തുള്ള കടകൾ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്ത് അതിനുള്ള ഒരു അവിടെ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം പോലീസുകാർ. അതിനുള്ള നടപടികൾ കൃത്യമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ ഇപ്പം നമുക്കറിയാമല്ലോ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ട് കൂടുതലായിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ നമ്മുടെ നാട്ടുകാരാണേലും ഇത് ആൾക്കാരാണേലും ഇത് ശ്രദ്ധിക്കുകയും അതിനുള്ള ഇൻഫർമേഷൻസൊക്കെ പോലീസിന് കൈമാറുകയും ചെയ്യണം.